എന്തുകൊണ്ടാണ് എനിക്കിത് പറയേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം രമേശ് ചെന്നിത്തലയോടുത്ത് അടുത്തത് ഒരു ചോദ്യം ചോദിക്കേണ്ട. സാറിന് എന്താണ് ഒരു ഇഞ്ചി തിന്ന ഭാവം? സാറ് ഈയിടെ കുറെ ഇഞ്ചി തിന്ന് കൂട്ടുന്നുണ്ട്. സർപ്രൈസ് സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാവും. ഇപ്പൊ കൊല്ലത്ത് നിന്നൊരു പേര് കേട്ടത് അവിടെ അഖിൽ മാരാർ എന്ന് പറഞ്ഞ യൂട്യൂബർ മത്സരിക്കാൻ പോകുന്നു കോൺഗ്രസിന് വേണ്ടി നോക്കിയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ പ്ലാൻ എന്തായാലും ഇവിടെ സാങ്ഷൻ ആണെന്ന് വിചാരിക്കണ്ട. എനിക്ക് ദയവായി എല്ലാ മാധ്യമങ്ങളോടും ഒരു അഭ്യർത്ഥനയുണ്ട്. പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളെ നിയമസഭയിലേക്ക് പരിഗണിക്കുന്നു പറഞ്ഞ് നിങ്ങൾ വാർത്ത സ്വാഭാവികമായും ഏതൊരു രാഷ്ട്രീയ നേതാവിനോടും ഇനി അദ്ദേഹം തന്നെ രമേശ് ചെന്നിത്തലയോട് വി.ഡി. സതീശൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലും അദ്ദേഹം പറയാൻ പോകുന്ന മറുപടി അത് പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കും. നീ രക്ഷപ്പെടില്ലടാ, നിന്റെ കാര്യം പോക്ക. അതുപോലും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത ഒരാളെ മാധ്യമപ്രവർത്തകൻ എന്ന് വിളിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതിപ്പോ എന്റെ ജോലിയാണ്, എനിക്കത് ചെയ്തേ പറ്റും. നടക്കൂല, നടക്കും. പക്ഷേ മാധ്യമപ്രവർത്തനത്തിന്റെ ABCD അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തിവിരോധവും മറ്റു കാര്യങ്ങളും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ശ്രീ നിഷാദ് റാവുത്തർ ഒന്നും അറിഞ്ഞോണ്ടല്ലോ, മനഃപൂർവ്വല്ലേ? മാമനോട് വേറൊന്നും തോന്നരുത് കേട്ടോ. സർപ്രൈസ് സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാവും. ഇപ്പൊ കൊല്ലത്ത് നിന്നൊരു പേര് കേട്ടത് അവിടെ അഖിൽ മാരാർ എന്ന് പറഞ്ഞ യൂട്യൂബർ മത്സരിക്കാൻ പോകുന്നു കോൺഗ്രസിന് വേണ്ടി നോക്കിയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും. അവിടം വരെയൊക്കെ ആയോ? അല്ല, എന്നായാലും വേണ്ടതല്ലേ. അല്ല, അതിനെപ്പറ്റി ഒന്നും ഇതുവരെ ഒരു ആലോചന ഉണ്ടായിട്ടില്ല. ഇനി പത്രങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. വിളിച്ചില്ല, വിളിക്കാതെ ചെന്ന തല്ലെന്നും പറഞ്ഞു. എനിക്ക് ദയവായി എല്ലാ മാധ്യമങ്ങളോടും ഒരു അഭ്യർത്ഥനയുണ്ട്. പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളെ നിയമസഭയിലേക്ക് പരിഗണിക്കുന്നു പറഞ്ഞ് നിങ്ങൾ വാർത്ത അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നമ്മൾ ഒന്നിച്ച് പകൽ വെളിച്ചത്തിൽ നടന്നാല് അതെന്റെ ഇമേജിന് സ്വല്പം മോശമാണ്. ഞാൻ മീഡിയ വണ്ണിന്റെ ആൾക്കാരോട് ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളിൽ ആരോടെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറഞ്ഞിരുന്നോ ഞാൻ കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിങ്ങളൊരു വാർത്ത കൊടുക്കാൻ? എനിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല, പിന്നെ പറഞ്ഞിട്ടുള്ള അറിവാണ്. നിങ്ങൾ തന്നെ സ്വയം സൃഷ്ടിച്ചു വിട്ട ഒരു വാർത്തയിൽ നിന്ന് നിങ്ങൾ ഒരു ചോദ്യം ജനറേറ്റ് ചെയ്ത് അതിന്റെ പേരിൽ അനാവശ്യമായ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കി സ്വയം അപഹാസ്യരാകാൻ വേണ്ടി പ്രിയപ്പെട്ട നിഷാദ് ശ്രമിക്കരുത്. നാണക്കേടായി പോയല്ലേ മോനെ, നിയന്ത്രണം വിട്ടപ്പോ അച്ഛൻ അറിയാതെ പറഞ്ഞതാ മോനെ, നീ ക്ഷമിച്ചുകളാ. മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് പലപ്പോഴും സമൂഹത്തിന് അപഹാസ്യമായി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ പരമ ഉദാഹരണങ്ങളിൽ പെടുന്ന ആൾക്കാരാണ് ഈ നിഷാദിനെ പോലെയുള്ളവർ. ഞാൻ ചോദിക്കും, എനിക്ക് നിന്നെ സംശയമുണ്ട്. വെറുതെ ഓരോ പടങ്ങളും കണ്ടിട്ട് വന്ന് അടിച്ചു വിടേ നിങ്ങൾ പറഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ ചെയ്തിട്ട് വരാം.